അങ്ങനെ മറ്റൊരു വെക്കേഷൻ കാലം കൂടി വന്നിട്ടുണ്ട്. എല്ലാ വെക്കേഷൻ കാലത്തും പാരൻസിനുള്ളൊരു കൺസേൺ ആണ്, ഈ വെക്കേഷൻ കാലത്ത് എൻ്റെ കുട്ടിയെ ഏത് വെക്കേഷൻ കോഴ്സിന് വിടും. ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും അല്ലേ, ഇതിൽ ഏത് കോഴ്സിനാണ് വിടുക, എന്തിനെങ്കിലൊക്കെ വിടണം, അവർക്ക് ഈ വെക്കേഷൻ മാക്സിമം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കണം, ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഏത് കോഴ്സിന് വിടും? കുറേ ആളുകൾ ചിലപ്പോൾ ഡാൻസ്, മ്യൂസിക് അങ്ങനെയുള്ള കോഴ്സുകൾക്ക് വിടാറുണ്ട്. ചിലർ അബാക്കസ് പോലെ, സ്പീഡ് മാത്ത് പോലെയുള്ള കോഴ്സുകൾക്ക് വിടും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോഴ്സുകൾക്ക് വിടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കോഴ്സുകളായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ കരാട്ടെ, തൈക്കോണ്ടോ അങ്ങനെയുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് വിടും. പക്ഷേ നമ്മളിങ്ങനെ ഒരു കോഴ്സ് വിടുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഒരു കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ, വെക്കേഷൻ ടൈമാണ്, ഫ്രീ ആണ്, എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് യൂസ്ഫുൾ ആവണം. പക്ഷേ ഇത് ഇനി ഇവർക്ക് വരാൻ പോകുന്ന, അതായത് ഇവർ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിന് എത്രമാത്രം യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അത്ര ഡെപ്തിൽ ആലോചിക്കാറില്ല. പക്ഷേ ഈ വെക്കേഷന് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ലൈഫ് ലോങ് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണെങ്കിൽ, അടുത്ത വർഷം അവർക്ക് അവരുടെ അക്കാഡമിക്സിലും നോൺ അക്കാഡമിക്സ് കാര്യങ്ങളിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഡ്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അതല്ലേ ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു കോഴ്സിനല്ലേ നമ്മൾ അവരെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ XandY ലേണിങ്ങിൻ്റെ ടീം ഞങ്ങൾ കുറേ ആലോചിച്ചു, ഈ വെക്കേഷൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാം. കാരണം സ്റ്റുഡൻസ്, നമ്മുടെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് പല കാര്യങ്ങളും പറയാറുണ്ട്, അങ്ങനെയുള്ള കോഴ്സുകൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ആലോചിക്കാറുള്ളതാണ്, നമുക്കൊരു വെക്കേഷൻ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോഴ്സ് നടത്തുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവർക്ക് അൾട്ടിമേറ്റ്ലി അതിൽ നിന്ന് കുറച്ച് വാല്യൂസ് കിട്ടണം, കുറച്ച് ഉപകാരമുള്ള കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഓൾറെഡി ഒരു ബേസിക് മാത്ത് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം മുതൽ സ്റ്റുഡൻസിൻ്റെ ബേസിക് മാത്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫണ്ടമെൻ്റൽസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പ് വഴി തന്നെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഫ്രീ ടൈം ആയിരിക്കും, വളരെ കുറഞ്ഞ ഒരു പ്രൈസിൽ, അത് വളരെ അവർക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന ഒരു പ്രൈസ് മാത്രം, ജസ്റ്റ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ചാർജ് എന്നുള്ള രീതിയിൽ ചെറിയൊരു പ്രൈസ് മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു വെക്കേഷനിൽ അവർക്ക് ബേസിക് മാത്ത് കോഴ്സ് ഓഫർ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറച്ച് സ്റ്റുഡൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ്, കാരണം ഒരു ഒട്ടുമിക്ക സ്റ്റുഡൻസും എക്സാം ടൈമിൽ ഈ ബേസിക് മാത്ത് അറിയാത്തതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് വിചാരിക്കും അടുത്ത എക്സാം ആവുന്നതിന് മുന്നേ ഇതെല്ലാം ഞാൻ പഠിച്ച് ക്ലിയർ ചെയ്യും, എല്ലാം പെർഫെക്റ്റ് ആക്കുമെന്ന് വിചാരിക്കും. പക്ഷേ പ്രശ്നം വരുന്നത്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണമെങ്കിൽ ഒരുപാട് സിലബസ്, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളുടെ സിലബസ് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരും. ഈവൻ പാരൻസിനാണെങ്കിൽ പോലും ഇതെല്ലാം കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഇവർ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം എല്ലാം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമ്മറൈസ് ചെയ്ത് ഒരു കോഴ്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിലൂടെ പോകുന്നതോട് കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് മാത്തമാറ്റിക്സ്. അപ്പോൾ എന്തുകൊണ്ട് ബേസിക് മാത്സ്, എല്ലാ സമയത്തും സ്കൂളിൽ ഇവരൊക്കെ മാത്സ് പഠിക്കുന്നതല്ലേ, ഇനി വീണ്ടും വെക്കേഷൻ എന്ത് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കുറേ സ്കിൽസ് പറഞ്ഞല്ലോ, കോഡിംഗ് ആയാലും ഇങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ, ഇതിൽ ഏതൊരു സ്കില്ലിനും ഇവർക്ക് ലോജിക്കലും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയുമായുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്, പല ടൈപ്പ് കോഡിംഗ്, ഗെയിം ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കോഡിംഗ് കോഴ്സുകളിൽ പോലും ബേസിക് മാത്തമാറ്റിക്സ്, ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്തമാറ്റിക്സ് അറിയുമെങ്കിൽ ഈസിയായിട്ട് കോഡ് ചെയ്യാവുന്നത്, കാരണം പ്യൂർലി ലോജിക്കലി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഈസി ആവണമെങ്കിലും നെക്സ്റ്റ് ഇയറിൽ അവർക്ക് അക്കാഡമിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിലൊക്കെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് അറിയുന്ന നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ വെക്കേഷനിൽ നമ്മൾ ഇത്തരത്തിലൊരു ഓഫർ കൊടുത്തുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് റെഡിയാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വെക്കേഷൻ സമയത്ത് നമ്മൾ ഒരു കുറച്ച് കരിയർ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് പല ഫീൽഡിലുള്ള എക്സ്പേർട്സ് വന്നുകൊണ്ട് സ്റ്റുഡൻസുമായിട്ട് സംവദിക്കും. അപ്പോൾ അതിലൂടെ അവർക്ക് അവരുടെ ഡ്രീം സെറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ അവർ ആരാകണം എന്നുള്ളതും അതിലോട്ട് എങ്ങനെയാണ് അവർ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി യൂസ്ഫുൾ ആവും. മാത്രമല്ല XandY ലേണിങ്ങിൻ്റെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിലോട്ടും നമ്മുടെ ഒരു കംപ്ലീറ്റ് ഈ ഒരു സിസ്റ്റത്തിലോട്ടുമുള്ള ഒരു എൻട്രി കൂടി ഈ ബേസിക് മാത്ത് കോഴ്സിലൂടെ അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം ഇമ്പോർട്ടൻ്റ്. കോഴ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ എഫക്റ്റീവായിട്ടായിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസിക് മാത്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു വെക്കേഷൻ കഴിയുന്നതോട് കൂടെ ഇവർക്ക് മാത്തമാറ്റിക്സിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, കംപ്ലീറ്റ് ഫണ്ടമെൻ്റൽസ് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. കൂടെ അവരുടെ ലൈഫ് ലോങ് ആയിട്ട് അവർക്ക് വേണ്ട ഒരു ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക, ആ ഡ്രീമിലോട്ട് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഒരു നമ്മൾ കൊണ്ടുവരുന്ന ഒരു എയിം എന്ന് പറയുന്നത്.
ഇതിൻ്റെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം, അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമ്മുടെ ഈ ഒരു വെക്കേഷൻ ക്യാമ്പിലോട്ട്, ഈ ഒരു വെക്കേഷൻ കോഴ്സിലോട്ട് കാണാമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക്